അല്ലെങ്കിൽ ഒരു പുസ്തകം വായിച്ച്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സദസ്സിൽ പോയിട്ടൊരു പ്രസംഗം കേട്ടാൽ അവനായിരിക്കും നാളെ മുതൽ ഫത്വ കൊടുക്കുന്നത്. ഇന്നത് തെറ്റാണ്, ഇന്നത് ശരിയാണ് എന്ന് ആളുകൾക്ക് വിധി നൽകുന്നവൻ അവനായിരിക്കും. ലോകാവസാനം ഖിയാമത്തിന്റെ അടയാളമായിട്ട് അഷ്റഫുൽ ഖൽഖ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കരുതി ചെയ്യുന്നതാണ്. അതുകൊണ്ട് അർത്ഥവും ആഴ്ചകൾ ഉണ്ടാകേണ്ട വിധി പറയാ അത് എന്ന് കാണാൻ കഴിയും. അങ്ങനെ ദിവായത്തിലുണ്ട്. ആ വരുത്തുകയാവുന്ന ആളിന്റെ അടയാളാണ്. സാധാരണയായിട്ട് പറഞ്ഞിട്ടീമോ ലീവും കുറയരുത്. ഇത് രണ്ടും തമ്മിൽ വാസ്തവത്തിൽ വൈരുദ്ധ്യമില്ല. ആണ് വെച്ചാൽ പുരുഷനും 2 പെണ്ണിന്റെ ഓരിയാണുള്ളത്. പക്ഷെ മരിച്ചത് പെണ്ണായി പോയെങ്കിലോ എന്നാൽ അതിന്റെ ആണും പെണ്ണും ഒരുപോലെ. അത് മുസ്ലിം പറഞ്ഞു കൊടുത്തു. അത് പള്ളിയുടെ മോളിനാ പറഞ്ഞു കൊടുത്ത്, ഞമ്മളെ ആഫീസിന്റെ മോളിനാ പറഞ്ഞു കൊടുത്തു. ഉടനെ താഴെ അയാൾ വന്ന് തിരിച്ച് ഇങ്ങനെ വിരാറ് പറയുന്നതല്ല ധൈര്യം നേരത്തിൽ അയാൾ വിരാറല്ലേ ആകില്ല. അങ്ങനെയില്ല. ആണും പെണ്ണും ഈ താരാന്നുള്ള ഓട്ടയില്ല, ആണോ പെണ്ണോ എന്നുള്ള ഓട്ടയില്ല. സ്വത്തവകാശം മാനരക്കാണെന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു. ഇങ്ങനെ പലജാതി അബദ്ധങ്ങളുണ്ട്. വിവരമില്ലായ്മ, വിവരമുണ്ട് നടിക്കുക. അറിവില്ലാത്ത ആൾക്ക് അറിവില്ലായ്മയുള്ള ബോധം ഉണ്ടെങ്കിൽ അയാളെങ്ങനെയെങ്കിലും നന്നാക്കാൻ കഴിയും. വിവരമില്ല, അറിവുള്ളവരാണെന്നുള്ള ബോധം അവനില്ല. തെറ്റുകുറ്റങ്ങൾ പലതും ചെയ്യും. വിവരമുണ്ട്, പക്ഷെ ഇത് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും. അതിന് എതിരി വിവരമുണ്ടവര് വലായതിരി വൈതിരിയല്ല ഉണ്ടായതിരി. എനിക്ക് അറിവില്ലാന്നോ എനിക്ക് വൈതിരി വലായതിരിയല്ല എതിരി എനിക്ക് അറിവുണ്ട് എന്നുള്ള ബോധം. എന്തുകൊണ്ട് ഞാൻ ആരും വന്നില്ലാന്ന് വിചാരിക്കുന്നു. അവൻ ആരെങ്കിലും സത്യം പറഞ്ഞാൽ വലിയത് ഒരു വിഭാഗം അർത്ഥവും പാവലും അവർ കേൾക്കും. എന്നിട്ട് മറ്റുള്ളവർ കേൾക്കുകയും ചെയ്യും. അതാണ് ഇത് കുറയും എന്ന് പറഞ്ഞാൽ. ഈ റിവായത്തിന്റെ എപ്പോഴും എന്ന് പറഞ്ഞാലോ അത് ശരിയല്ലേ. വെപ്പു ഇതെങ്ങനെ വരുന്നു? ധാരാളം കോളേജുകളുണ്ട്, ധാരാളം മദ്രസകളുണ്ട്, ബിരുദധാരികൾ ധാരാളമുണ്ട്. സനത് വാങ്ങുന്നവർ വെറുത്തുണ്ട്, ഷഹാദത്ത് വാങ്ങുന്നവർ കുറേ ഉണ്ട്. പക്ഷെ എന്തുണ്ട്? അന്നാസ് കൈവിധി മുന്നിയത്തിൽ യാതൊരു കുട്ടിയാവാണ്. ഒട്ടകമുള്ള കൂട്ടത്തിൽ സഹായിക്ക് വെച്ച ഒന്നുപോലും ഉണ്ടാകില്ല എന്ന് പറഞ്ഞതുപോലെ ഈ കോലവും പോക്കും എല്ലാവരും മറ്റൊന്നും പ്രയോജനമില്ല. അവർ പഠിച്ചിട്ടില്ല, അറിഞ്ഞിട്ടില്ല, വേണ്ടതുപോലെ. അതുകൊണ്ട് ശരിക്കും അറിവില്ലാത്ത വിഷയങ്ങൾ അതിനൊരിക്കലും ലജ്ജ വേണ്ട. ആരോടും എപ്പോഴും ചോദിക്കാം. എക്സിലായാലും പഠിച്ചാലും മുദരീസായാലും ഒക്കെ അറിവില്ലാത്ത വിഷയങ്ങൾ അറിവുള്ളവരോട് ചോദിക്കാം. അത് ഒരിക്കലും ഒരു തെറ്റല്ല, നല്ല കാര്യമാണ്. നേരെ മറിച്ചിട്ടു അഹങ്കാരം കൊണ്ട് ചോദിക്കാതിരിക്കലാണ് അങ്ങേയറ്റത്താകുന്നത്. അതുകൊണ്ട് ഇൽമു വികസിപ്പിക്കുക, ഇൽമു വർദ്ധിപ്പിക്കുക, ആവശ്യമുള്ള പലതും പഠിക്കുകയും അറിയുകയും ചെയ്യുക. ഇതിന് ധാരാളം നമ്മൾക്ക് പറയാൻ അറിയാൻ. ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, കുല്ലമാ സിത്തു ഉലൂമൻ സാദനി ഇൽമി ബിജഹ്ലി. എനിക്ക് ഇൽമു വർദ്ധിക്കുന്നിടത്തോളം എനിക്കെന്ത് കിട്ടി? ഞാൻ ജാഹിലാണെന്നുള്ള ആളുകൾക്ക് ഇൽമു ഞാൻ പഠിക്കുന്നിടത്തോളം എനിക്ക് കിട്ടിയതെന്താണ്? എനിക്ക് അറിയാത്തത് വളരെ അധികമുണ്ട് എന്നുള്ള ഒരു ബോധം എനിക്ക് വന്നു എന്ന് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറയുകയാണ്. അപ്പൊ ഈ ഇൽമിന്റെ ദശീകരിച്ചുകൊണ്ട് അറിയാത്തത് ഇനി എത്രയോ ഉണ്ട് എന്നുള്ള ഒരു ബോധം കഴിഞ്ഞ കാലത്ത് വളരെയധികം ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ചിട്ടാണ് നമ്മളുടെ പൂർവികന്മാർ പഠിക്കുന്നത്. നമ്മുടെ
ലക്നൌവിനടുത്ത ഒരു നാടാണ് പറങ്കിയുമായത്. അവിടെയുള്ള നിവാബുൽ മുൽക്ക് എന്ന് പേരായ മഹാനദിയുടെ സിലബസാണ് അന്നാട് ആവശ്യം. പിന്നെ ഒന്നെനിക്ക് പറയാനുള്ളത്, നമ്മുടെ കോളേജിൽ അറബി കോളേജിൽ നിന്നാണെങ്കിൽ മലയാള കോളേജിൽ നിന്നാണ് പറയുന്നത്. അറബി കോളേജാണെങ്കിൽ എന്തുകൊണ്ട് അറബി മാധ്യമമായിരിക്കണം. അറബി ഭാഷയിൽ കൂടി കിതാബുകൾ പഠിപ്പിച്ചാലേ അറബി കോളേജാണ്. അല്ലെ പിന്നെ വെറും അറബി മരുഭൂമിക്ക് മഹാത്മാവ് കയറി ആഴസ്ഥലത്തിന് വിദ്യാസ്ഥാനം കയറി വെച്ച പോലെ. അപ്പൊ അറബി മാധ്യമം കുറെ കിതാബുകളെങ്കിലും അറബിയിൽ കൂടി പഠിപ്പിക്കാനുള്ള ഒരു സംവിധാനങ്ങൾ ഉണ്ടാക്കിയാല് അറബി കോളേജിൽ നിന്നുള്ള സ്ഥാനത്തിന് നമ്മുടെ കോളേജുകൾ അർഹമായി തീരും. അതും ശരിയായിട്ട് കണക്കിലെടുക്കേണ്ടുന്ന ഒരു കാര്യമാണ്. മറ്റൊന്ന്, അറബി നാടുകളിലൊക്കെ പോയി നമ്മൾ സംസാരിക്കുമ്പോൾ ദിഫാഇയ്യത്തുമായുള്ള നമ്മുടെ നേതാക്കൾ പറയുന്നത്, നിങ്ങളുടെ പഠന പദ്ധതിക്ക് യാതൊരു ഏകീകരണവുമില്ല. പല കോളേജുകളുമുണ്ട് എന്ന് പറഞ്ഞ പോലെ ഫകുല്ലു ഖബീലത്തിൻ ഫീഹിം ഇമാമുൻ വമിൻബറു എന്ന് പറഞ്ഞു. ഇപ്പൊ ഇംഗ്ലീഷ് പഠിക്കുന്ന കോളേജാണെങ്കിൽ അത് ഏടെ പഠിച്ചാൽ MBB വേറൊരു പേര് മാറ്റില്ല. കാസർഗോഡ് വേറൊരു പേര്, തലശ്ശേരി വേറൊരു പേര്, കോഴിക്കോട്ടുള്ള വേറൊരു പേര്, അങ്ങനെ എല്ലാം MBB തന്നെയാണ്. അത് ഏത് കോളേജിൽ ചെന്ന് നോക്കിയാലും ഒരേ പരീക്ഷയാണ്. ഊണില്ല, ഉറക്കമില്ല, വളരെയധികം അധ്വാനിച്ച് യാത്ര ചെയ്ത് ക്ഷീണിച്ച് നേരം പുലർന്നവരെ നോക്കിയിട്ടും പറഞ്ഞിട്ടും മനസ്സിലാക്കിയിട്ടും അവർ പഠിക്കും. പാടുകയും ഇന്ന് എന്ത് പണി ചെയ്തിട്ടും അധ്വാനിച്ചുകൊണ്ട് അവർ പഠിക്കുക. ഇന്ന് ഉന്നത പഠന കേന്ദ്രങ്ങൾ നമ്മുടെ നാടുകളിലൊക്കെ ഉണ്ട്. കേരളത്തിൽ തന്നെ ധാരാളം അതിപ്പോ ഇങ്ങനെ പറയണ്ടില്ല. ഇവരൊക്കെ അങ്ങേയറ്റം വടകര മുഹമ്മദ് തങ്ങളുടെ ഡ്രൈവർ ഇവിടെ ഓഫീസിലെത്താൻ ഇങ്ങനെയൊക്കെയുള്ള ഒരു കാലഘട്ടമാണ്. നേരത്തെ പറഞ്ഞതുപോലെ അറബി ഭാഷയിൽ കിതാബും പഠിച്ചാൽ പോരാ, അല്ല കിതാബ് പഠിച്ചാൽ പോരാ, പലതും പഠിക്കേണ്ടതുണ്ട്. മുബശ്ശിരീങ്ങൾ ക്രിസ്തീയ മിഷനറിമാരും പരിശുദ്ധ ഖുർആൻ പരിഭാഷയിലിട്ടാണ് ആളുകളെ അവരുടെ മതത്തിലേക്ക് ക്ഷണിക്കാനാണ്. അതിന് കൂടാതെ ഖുർആനിൽ പറയുന്നത് മറിയം ബീവിയോട് പറയാത്ത പരിശുദ്ധമായ ഒരു കുട്ടിയെ എനിക്ക് തരാൻ വേണ്ടി പോകുന്നത് എന്നുള്ളതാണ്. ഇംഗ്ലീഷിൽ പഠിച്ചതൊക്കെ അറബിയിലേക്ക് പരിഭാഷി എന്ന് യുവാവിനെ പോലെ അയാൾ ആഗ്രഹിക്കുന്നു. ഉടുത്തു പഴകിയ തുണി പുതിയ തുണി പോലെയാണ് മുന്നിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാന്ന് പറഞ്ഞ പോലെ എന്റെ അവസ്ഥ. വേണ്ടതുപോലെ ഒന്നും പറയാൻ കഴിയില്ല. മുന്നിട്ട് സംസാരിക്കുന്നവർക്ക് ഇപ്പം മുന്നിട്ട് സംസാരിക്കാൻ കഴിയില്ല. നിന്നാ കാരണക്കാരെയൊക്കെയുള്ള വിഷമങ്ങളാണ്. അതുകൊണ്ട് ഞാൻ ഇനി ഇങ്ങനത്തുള്ള പ്രസംഗം നമ്മുടെ എപ്പിക്ക് വിട്ടുകൊടുക്കുക, എപ്പി വളരെ വിശേഷം പ്രാസംഗികന്മാർക്ക് വിട്ടുകൊടുക്കുകയാണ്. ഞാൻ ഈ പറഞ്ഞ ഉപദേശങ്ങൾ നിങ്ങളെല്ലാവരും കണക്കിലെടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനുൽ ഇസ്ലാമിന്റെ വെളിച്ചത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ നമുക്ക് തോന്നിപ്പിക്കട്ടെ. സുന്നത്ത് ജമാഅത്തിന്റെ പാതയിൽ അടിയുറച്ചു നിൽക്കാൻ അടിയുറച്ചു നിൽക്കാൻ അല്ലാഹു തആല നമുക്ക് തോന്നിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ലഭിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട AP ഔട്ടർ മുസ്ലിയാരുടെ പ്രസംഗമാണ് നടക്കേണ്ടത്. ഇവിടെ മറ്റ് പല പ്രാസംഗികന്മാരും
അവരെ കൊണ്ട് പ്രസംഗിക്കണമെന്ന് നമുക്ക് നിർബന്ധമുണ്ടായിരുന്നു. പക്ഷെ സമയ ദൈർഘ്യം കൊണ്ട് നമ്മൾ ആ ബാബിൽ നിന്ന് മാറി നിൽക്കുകയാണ്. പക്ഷെ ഡോക്ടർ ദുബൈർ ഇവിടെ സംസാരിക്കുമെന്ന് സ്വാഗതത്തിൽ പറഞ്ഞതുകൊണ്ട് 2 വാക്ക് പറയാൻ അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. അത് കഴിഞ്ഞ ഉടനെ മഹാനായ AP അവരുടെ പ്രസംഗം ഉണ്ടായിരിക്കുന്നതാണ്. അത് കഴിഞ്ഞ്